ഞാനിവിടെ നിൽക്കാനായിട്ട് ഒട്ടും യോഗ്യതയല്ല. കാരണം ഞാൻ വിചാരിച്ചത് എൻ്റെ ഉടമ്പടി ജീവിതം നിർത്താമെന്ന്. കാരണം ഞാൻ ഒട്ടും നല്ല രീതിയിലല്ല കൊണ്ടുപോയിരുന്നത്. ആദ്യമൊക്കെ നല്ല രീതിയിലായിരുന്നു. പിന്നെ എനിക്ക് PCODയുടെ സ്റ്റാർട്ടിങ് എന്നൊരു അസുഖം വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡൗണായി. അപ്പം മാതാവ് എൻ്റെ കൂടെ ഇല്ലയെന്ന് ഞാൻ വളരെയധികം വിചാരിച്ചു പോയി. അപ്പോൾ എനിക്ക് ഉടമ്പടി ഇനി വേണ്ട, ഒന്നും വേണ്ടാന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിറ്റി, അതായത് നിങ്ങൾ തന്നെ കാണാത്ത പക്ഷേ മാതാവും ഈശോയും കാണുന്ന ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ആ ഒരു ക്വാളിറ്റി കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. ഞാൻ ആദ്യമായിട്ട് സാക്ഷി എടുത്തത് 2022 ഫസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്സിൽ നടന്നത് ടീച്ചിങ് പ്രാക്ടീസ് നടന്നായിരുന്നു. ക്ലാസ് റൂം ടീച്ചിങ് പ്രാക്ടീസ്. ഞാനൊരു പോസ്റ്റ് BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ലല്ലോ, ഇംഗ്ലീഷിൽ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുമ്പോൾ നല്ല സ്ഫുടതയോടെ എടുത്താൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് എഴുതുമ്പോൾ പ്രശ്നമില്ല, പക്ഷേ മറ്റുള്ളവരെ മുന്നിൽ സംസാരിക്കുമ്പോൾ എനിക്ക് വളരെയധികം ഭയമാണ്. ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. ഞാൻ ഇത്ര ആൾക്കാരുടെ മുന്നിൽ ഫേസ് ചെയ്തിട്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയതിന് തന്നെ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തല താഴ്ത്താൻ പറ്റില്ല, എനിക്ക് മാർക്ക് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവണം, എന്നെ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തരുതെന്ന് പറഞ്ഞ് ഞാൻ കാശിരൂപം മുറുകെ പിടിച്ച് വിശുദ്ധ കുരിശ് വരച്ച് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി. ഞാൻ മാതാവ് എൻ്റെ അധരങ്ങളിലൂടെ സംസാരിക്കാറുന്നു. നല്ല രീതിയിലാണ് ഞാൻ ക്ലാസ് എടുത്തത്. ബാക്കി എൻ്റെ ക്ലാസ്സിൽ 11 പേരാണ്. അതിൽ 10 പേർക്ക് പോസിറ്റീവിൻ്റെ ഒപ്പം തന്നെ അവർക്കുണ്ടായ നെഗറ്റീവ്സ് ടീച്ചർ പറഞ്ഞായിരുന്നു. പക്ഷേ എൻ്റെ നെഗറ്റീവ്സ് ഒന്നും പറഞ്ഞില്ല, എൻ്റെ പോസിറ്റീവ് മാത്രം പറഞ്ഞുള്ളൂ. അത് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് എനിക്ക്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കോളേജിൽ ENLSൻ്റെ, അതായത് എമർജൻസി നഴ്സിംഗ് ലൈഫ് സപ്പോർട്ടിൻ്റെ ഒരു എക്സാം ഉണ്ട്. അത് ഇങ്ങനെ നമ്മൾ 7,000 രൂപയോളം നമ്മൾ അടച്ചിട്ട് എഴുതുന്ന എക്സാം. അതിന് പാസ്സായില്ലെങ്കിൽ നമ്മൾ രണ്ടാമത് എക്സാം എഴുതേണ്ടി വരും. അത് ഓറലുണ്ട്, റിട്ടേൺ ഉണ്ട്. റിട്ടേൺ നമുക്ക് പാസ്സാക്കി എടുക്കാനായിട്ട് സാധിക്കും. വെറുതെ നമ്മൾ ഫോൺ വഴി നമ്മൾ എക്സാമിന് ആൻസർ ചെയ്താൽ മതി. പക്ഷേ വെർബലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ മുന്നിൽ നമ്മൾ പരസ്പരം നഴ്സുമാരെങ്ങനെ സംസാരിക്കുന്നോ, ഒരു എമർജൻസി കേസ് വരുമ്പോൾ എങ്ങനെ സംസാരിക്കണോ അതുപോലെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം. അപ്പോഴും ഞാൻ എന്തോ എനിക്ക് പറ്റില്ലായിരുന്നു, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. കാരണം മറ്റുള്ളവർ മുന്നിൽ, കാരണം ഇംഗ്ലീഷ് പറയണ നന്നായി ഫ്ലുവൻ്റായി പറയണ കുറേ പിള്ളേരുണ്ട്. അവരുടെ മുന്നിലെല്ലാം നമ്മൾ നാണം കിടുമ്പോൾ ഭയങ്കര, അതുപോലെ തന്നെ എക്സാം തോറ്റ് കഴിയുമ്പോൾ അത് അവരുടെ മുന്നിലായിരിക്കും നമ്മളുടെ പേരെടുത്ത് പറയവർ. ഇന്ന പേര്, ഇത്രയും പേരെ വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ മനസ്സിലാവും നമ്മൾ അതിൽ ഫെയിലായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു, എന്നെ ഒരിക്കലും ഫെയിലാക്കരുത്, എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റണം, നല്ല രീതിയിൽ എനിക്ക് സംസാരിക്കണം, അതുപോലെ എനിക്ക് എക്സാം പാസ്സാവണം. അമ്മ മാതാവ് എൻ്റെ കൂടെ. ഞാൻ എവിടെ പോയാലും കാശിരൂപം മറക്കില്ല. കാരണം കാശിരൂപം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ധൈര്യമാണ്. എനിക്ക് ഒന്നില്ലെങ്കിലും, കാരണം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എൻ്റെ ഒരു അവസ്ഥ, എൻ്റെ ഒരു മെറിറ്റ് കൊണ്ട് എനിക്ക് ഒന്നും കിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ എൻ്റെ ENLS എക്സാമിന് ഞാൻ പാസ്സായി. അങ്ങനെ മാതാവിനെ അതിൽ നിന്നും എന്നെ രക്ഷിച്ചു, ആ എക്സാമിൽ നിന്ന്. അതുപോലെ തന്നെ എനിക്ക് എക്സാം വരാറായി. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ മാസത്തിലായിരുന്നു. ആ സമയത്താണ് എനിക്ക് PCODയുടേതായ സ്റ്റാർട്ടിങ് വന്നത്, അതായത് ഓവർ ബ്ലീഡിങ് ആയി തുടങ്ങി. അപ്പോൾ ആദ്യത്തെ 3 എക്സാം എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ബാക്കി 2 എക്സാം ക്രിസ്മസിന് ശേഷമായിരുന്നു. ആ സമയത്താണ് എൻ്റെ പീരീഡ്സ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എനിക്ക് അറിഞ്ഞൂടാ, വേദന കൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് കണ്ടായിരുന്നു. ഞാൻ അത്രയും, എനിക്ക് എഴുന്നേൽക്കാനോ കിടന്നുറങ്ങാനോ ഒന്നും പറ്റില്ല. അപ്പം ഞാൻ എങ്ങനെ ഇരുന്ന് പഠിക്കും? ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിഞ്ഞൂടാ. ആ ഒരു അവസ്ഥയിലൂടെ നടക്കുമ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ എങ്ങനെ എക്സാം ചെയ്തു അമ്മേ, എൻ്റെ കൂടെ ഉണ്ടാവണം, എനിക്ക് പഠിക്കാൻ പറ്റണില്ല. ആ ആദ്യത്തെ എക്സാമിൻ്റെ സമയത്ത് എൻ്റെ രണ്ടാമത്തെ ഡേ എന്തായിരുന്നു പീരീഡ്സിൻ്റെ ഓവർഫ്ലോ. കാരണം കുളിക്കുമ്പോഴൊക്കെ, ഇപ്പം നമ്മൾ കുളിച്ച് തോർത്തുമ്പോഴൊക്കെ തോർത്ത് കഴിയണ്ട അപ്പോഴേക്കും ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റണില്ല, അത്ര ഓവർഫ്ലോ ആയിരുന്നു. ഞാൻ മിനിറ്റിന് അതായത് 5 മിനിറ്റ് കൂടുമ്പോഴാണ് ഞാൻ പാഡ് മാറ്റിക്കൊണ്ടിരുന്നത്. അങ്ങനെ എക്സാമിന് ഞാൻ പോയി. എക്സാമിന് ഞാൻ കരഞ്ഞുകൊണ്ട് പോണത്, ഒന്നും പഠിച്ചിട്ടില്ല എക്സാമിന്. അതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ട് മാതാവിനോട് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു സബ്ജക്റ്റിന്
എനിക്ക് ഡിസ്റ്റിങ്ഷൻ വേണം, അതുപോലെ തന്നെ എനിക്കൊരു സബ്ജക്റ്റിന് സെക്കൻഡ് റാങ്ക് വേണം. എനിക്കറിയാം എനിക്ക് കിട്ടില്ല, പക്ഷേ എനിക്ക് എന്തോ തോന്നിച്ചു, ഞാൻ വെച്ചു. അതുപോലെ എക്സാമിൻ്റെ സമയത്തായപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റണില്ല. കാരണം ഈ ഒരു അവസ്ഥയായതുകൊണ്ട് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയോ പോയി എക്സാം എഴുതുമ്പോഴും ഞാൻ എല്ലാ എക്സാമിനും ഉടമ്പടിയുടെ ഉപ്പ് കൊണ്ടുപോയിട്ട് ഞാൻ എല്ലാ എക്സാമിന് തുടക്കത്തിൽ എല്ലാ പേപ്പറിൻ്റെ ബുക്ക്ലെറ്റിൻ്റെ എല്ലാ അട്ടിയുടെ ഉള്ളിലിടും. അതുപോലെ തന്നെ എക്സാമിന് ശേഷം ഞാൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പ് വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. എക്സാം എഴുതിയ ശേഷം ഞാൻ മാതാവിനോട് എപ്പോഴും പറയും, എനിക്കൊരു 15 മിനിറ്റ് സമയം വേണം. ആ 15 മിനിറ്റ് സമയത്തിൽ എനിക്ക് ഒന്നും കൂടിയും റിവൈസ് ചെയ്ത് നോക്കാനും അതുപോലെ തന്നെ എനിക്ക് കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കും വേണം, ഉപ്പിടും വേണം എന്ന് പറഞ്ഞു. മാതാവ് എനിക്ക് അതുപോലെ തന്നെ എല്ലാ പരീക്ഷയ്ക്കും 15 മിനിറ്റ് എനിക്ക് ബാക്കി തരും. അങ്ങനെ അത് എക്സാമിന് ഞാൻ കരഞ്ഞാണ് ഇറങ്ങിയത്. കാരണം എനിക്ക് ഓവർ ബ്ലീഡിങ് കാരണം ഞാൻ എക്സാമിൻ്റെ സമയത്ത് ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എക്സാമിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ ഇരുന്ന സ്ഥലത്തിൽ കസേരയിൽ മൊത്തം ബ്ലീഡിങ് ആയിരുന്നു, ബ്ലഡ് നിറഞ്ഞായിരുന്നു, എൻ്റെ ഡ്രസ്സിലായിരുന്നു. ഞാൻ കരഞ്ഞാണ് ഇറങ്ങിയത്. ഞാൻ വിചാരിച്ചു ഞാൻ തോറ്റു പോകുന്നു. കാരണം മാതാവിനോട് ഡിസ്റ്റിങ്ഷനും സെക്കൻഡ് റാങ്കും ഒക്കെ ചോദിച്ചു. അതോടുകൂടി എനിക്ക് മതിയായി. ഞാൻ വിചാരിച്ചു ഞാൻ തോൽക്കും, ഞാൻ ഇനി എന്തായാലും പാസ്സാവില്ല എന്ന്. അങ്ങനെ ആ 2 എക്സാമും സങ്കടപ്പെട്ടാണ് എഴുതിയത്. അതിനുശേഷം എൻ്റെ പ്രാക്ടിക്കൽ എക്സാം വന്നു. പ്രാക്ടിക്കൽ എക്സാമിൽ കമ്മ്യൂണിറ്റിയിൽ ആദ്യം മിസ് പെട്ടെന്നായിരുന്നു കയറി വന്നത്. എനിക്കൊന്നും പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റിയില്ല. പെട്ടെന്ന് വന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇതായി, എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ മാധവന് പറഞ്ഞു, എൻ്റെ അടുത്ത് പെട്ടെന്ന് അതായത് ഇൻറ്റേർണൽ വന്നത്, ഇൻറ്റേർണലായത് ഞങ്ങളുടെ മാമായിരുന്നു. പക്ഷേ എക്സ്റ്റേണൽ വരുമ്പോൾ എനിക്ക് നന്നായിട്ട് ഒരുങ്ങി നിൽക്കണം, എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഞാൻ ഉടമ്പടി ഉപ്പ് എടുത്തിട്ട് കുറച്ചെടുത്ത് കഴിച്ചു, എന്നിട്ട് തൈലം നെറ്റിയിൽ പൂശി. എന്നിട്ട് സാറ് വന്നപ്പോൾ എന്നോട് ഭയങ്കര സിമ്പിളായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. സാറ് പോയി. അതുപോലെ തന്നെ സൈക്യാട്രി എക്സാം, കമ്മ്യൂണിറ്റി പോലെയുള്ള സൈക്യാട്രി, നമുക്ക് പേഷ്യൻസിനോട് ചോദിച്ചിട്ട് അതനുസരിച്ച് വേണം നമ്മൾ ഡിസീസ് കണ്ടീഷൻ കണ്ടെത്താനായിട്ട്. പക്ഷേ നമ്മൾ സൈക്യാട്രി പേഷ്യൻസാണ്, നോർമൽ പേഷ്യൻസ് പോലെയല്ല സൈക്യാട്രി പേഷ്യൻസ്. അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവരതിനനുസരിച്ച് നമ്മളോട് റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മാതാവ് എൻ്റെ അടുത്ത് വരണം, മാതാവ് എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. അപ്പോൾ ആ സമയത്ത് ഒരു ഇൻറ്റേർണൽ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ പച്ച ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്, പച്ച ചുരിദാർ. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവാണ് എൻ്റെ അടുത്ത് വരണേന്ന്. മാതാവിനോട് ഞാൻ വരണമെന്ന് പറഞ്ഞ് മാതാവ് ആ ഡോക്ടറിൻ്റെ രൂപത്തിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്താ കണ്ടീഷൻ? ഡോക്ടർ എനിക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നു. അതൊരു മലയാളി ഡോക്ടറും കൂടിയായിരുന്നു. എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമായി. അതിനുശേഷം വൈവ എക്സാമൊക്കെ കഴിഞ്ഞ് വൈവയുടെ ടൈമായപ്പോൾ ഇൻറ്റേർണൽ ഞങ്ങളുടെ സാറ് ഭയങ്കര എന്താ പറയുക റൂഡാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സാറിൻ്റെ അടുത്ത് കുറച്ച് ഞാൻ ഭയങ്കര നെർവസ് ആയിട്ടിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു എക്സ്റ്റേണൽ സാറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഞാനിങ്ങനെ ആവരുത്, അമ്മ മാധവ് അവിടെ വരണം, ഡോക്ടറിൻ്റെ രൂപത്തിൽ വന്ന പോലെ തന്നെ അമ്മ മാധവ് എക്സ്റ്റേണൽ സാറിൻ്റെ അടുത്ത് വരണം. അതുപോലെ തന്നെ മാതാവ് വന്നു. ആ സാറിട്ടുണ്ട് വന്നത് ഒരു ഗ്രേ കളർ, അതായത് അമ്മ മാതാവിൻ്റെ അതേ ഡ്രസ്സിൻ്റെ കളറിലാണ് വന്നത്. എനിക്ക് വളരെ സാറിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നോട് ആകെ ചോദിച്ചത് എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷനും പിന്നെ എനിക്കറിയാവുന്ന 2 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം എൻ്റെ അടുത്ത് വന്നു, എന്നെ സഹായിച്ചു. കാരണം സഞ്ചാരി മാതാവ് എന്ന് പറയുന്നത് വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിലായിരുന്നു മാതാവിൻ്റെ അടുത്ത് വന്നത് ആ 2 സമയത്തും. അതുപോലെ തന്നെ ആ എക്സാം കഴിഞ്ഞു. പിന്നെ വീട്ടിലോട്ട് പോകുന്ന സമയപ്പോഴേക്കും ഞങ്ങളുടെ റിസർച്ച് വർക്ക് നടക്കണ്ടായിരുന്നു. റിസർച്ച് പ്രോജക്റ്റ് 1 വർഷമായിട്ടും എല്ലാ ബാച്ചുകളിൽ ഞങ്ങൾക്ക് എപ്പോഴും കറക്ഷൻസാണ് ഈ ടീച്ചർ തന്നിട്ടിരുന്നത്. മിസ്സിനോട് ഞങ്ങൾ പോയി പറയുമ്പോഴും മിസ്സ് അതിൽ ഓരോന്ന് കഴിയുമ്പോൾ പിന്നെ കറക്ഷൻസ് തരും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇങ്ങനെ പറ്റില്ല, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളും കൂടിയിട്ട് ഉടമ്പടി തൈലവും ഉപ്പിട്ടിട്ട് ഞങ്ങളുടെ റിസർച്ച് പ്രൊജക്റ്റ് പ്രാർത്ഥിച്ച് ഞങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്ത് ആ 1 വർഷം ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ നടന്നത്. ഒരു മാസം എന്ന് പറയാൻ പറ്റില്ല, ഒരാഴ്ചയിൽ പെട്ടെന്നായിരുന്നു ഓരോന്നും കറക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്നാണ് ഞങ്ങളുടെ റിസർച്ച് പ്രൊജക്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. അമ്മ മാതാവ് അവിടെ വളരെയധികം ഇടപെട്ടു. അതുപോലെ എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു. അപ്പോൾ എനിക്ക് ഈ PCOD വന്നേ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വരാൻ തുടങ്ങി. ഈ ഹോർമോണിൻ്റെ ചേഞ്ചസ് എനിക്ക് വരാൻ തുടങ്ങി. പക്ഷെ ഞാൻ ആരോട് പറഞ്ഞാലും അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ എനിക്ക് കൂടുതലായിട്ട് കരച്ചിൽ വരാൻ തുടങ്ങി, പിന്നെ ദേഷ്യം വരാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനും എല്ലാത്തിനും ഭയങ്കര മടിയായിരുന്നു. എല്ലാത്തിനും ഞാൻ ഒറ്റപ്പെട്ട് എപ്പോഴും കരയും. അങ്ങനെ എൻ്റെ അമ്മോട് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയും പറഞ്ഞു,
എന്തിനാ നീ കരയണേ, എന്തോരം പിള്ളേർക്കുണ്ട്, നീ വിഷമിക്കാണ്ടിരിക്കുന്നു പറഞ്ഞു. എൻ്റെ അമ്മ ജോലി ചെയ്യണ അവിടുത്തെ ആ ചേച്ചിയും പറഞ്ഞു അവളോട് വിഷമിക്കേണ്ടെന്ന് പറയും, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥനയൊക്കെ ഭയങ്കര ഇതായിട്ട് നടന്നത്. അപ്പോഴാണ് എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോക്കുമെന്ന് വിചാരിച്ചത്. കാരണം പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു. അപ്പോൾ മാതാവ് എന്തായാലും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഡിസ്റ്റിങ്ഷനൊന്നും തന്നില്ലെങ്കിലും മാതാവ് എനിക്ക് ഫസ്റ്റ് ക്ലാസ് തന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല, ഞാൻ തോക്കുമെന്ന് വിചാരിച്ച് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അതിനുശേഷം അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ് കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടിയവർക്കൊക്കെ ആയിരിക്കും റാങ്ക് കിട്ടണത്, കാരണം അത്രയും മാർക്ക് വേണം റാങ്ക് കിട്ടണമെങ്കിൽ. പക്ഷേ കർണാടകയിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് എടുക്കുന്നത്. കർണാടകയിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ബി സി എക്സാം ചെയ്ത് കുറേ കോളേജ് ഉണ്ട്. ആ കോളേജിൽ 10ാമത്തെ റാങ്കോട് കൂടി ഞാൻ പാസ്സായി. അത് ഞാൻ ഫസ്റ്റ് ഇയറിൽ കരഞ്ഞ് എക്സാം എഴുതി ഇറങ്ങിയ ഒരു സബ്ജക്റ്റിനായിരുന്നു എനിക്ക് 10ാമത്തെ റാങ്ക് കിട്ടിയത്. എനിക്ക് കിട്ടിയതാണ് ഷീൽഡ്. എൻ്റെ ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടിയവർക്ക് വരെ കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ട് വരെ എനിക്ക് മാതാവ് 2ാമത്തെ റാങ്കൊന്നും തന്നെ കിട്ടില്ല എന്ന് വിചാരിച്ച് എനിക്ക് 10ാമത്തെ റാങ്കാണ് മാതാവ് എനിക്ക് തന്നത്. അതിനുശേഷം എന്നിട്ടും ഞാൻ പ്രാർത്ഥനയോട്ടും ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു ഞാൻ എന്തായാലും വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, ഞാൻ അങ്ങനെ ഇതാക്കാൻ നിൽക്കൊന്നുമില്ല. പക്ഷേ എൻ്റെ ജീവിതം പിന്നെയും തെറ്റായ രീതിയിലോട്ടാണ് പോകാൻ തുടങ്ങിയത്. നല്ലൊരു പ്രാർത്ഥന പോയിരുന്നത്. എൻ്റെ അമ്മയും എല്ലാവരും ചോദിക്കും നീ നന്നായി പ്രാർത്ഥിച്ചിരുന്നതാ, എന്തുകൊണ്ട് നീ ബാക്കോട്ടെ? ഞാൻ പറയും ഞാൻ ശരിയാക്കിക്കോളാം, ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ശരിയാക്കിക്കോളാം. പക്ഷേ എനിക്ക് ഒന്നിനോടും ഒരു ഇതുണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ അസുഖമൊക്കെ ഒന്ന് മാറി കിട്ടണം, എനിക്ക് പറ്റണില്ല, എനിക്ക് മെഡിസിൻ എടുക്കാൻ പറ്റില്ല. അതിനുശേഷം ഞാനായിട്ട് സ്വയം ഡോക്ടറെ കാണൽ നിർത്തി. അതിനുശേഷം ഡോക്ടറെ കാണാൻ നിർത്തിയ ശേഷം ഞാൻ മെഡിസിൻ ഒന്നും എടുക്കാതെ തന്നെ ഇപ്പോൾ 2-3 മാസമായിട്ട് ഞാൻ പീരീഡ്സ് ആവണുണ്ട്. എനിക്ക് യാതൊരു പ്രശ്നങ്ങളും മാതാവ് എനിക്ക് ഇതുവരെയായിട്ട് തന്നിട്ടില്ല, വേദനയോ ഒന്നും തന്നിട്ടില്ല. അതിനുശേഷമാണ് എനിക്ക് ഈ മൂഡ് സ്വിങ്സിൻ്റെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. പക്ഷേ മാതാവ് എനിക്കത് കൺട്രോൾ ചെയ്യാനുള്ള ഇത് തന്നു തുടങ്ങി. പക്ഷേ ഞാൻ ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതാക്കും. പക്ഷേ കൂടുതൽ അതിൽ നിന്ന് മാറാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അച്ഛൻ പറഞ്ഞ പോലെ ആ ധ്യാനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ ഒരു ക്വാളിറ്റി ഉണ്ട്. മാതാവിനെ വിളിക്കണം. കാരണം എൻ്റെ അടുത്ത് എപ്പോഴും മാതാവിനോട് ഇങ്ങനെ ഇപ്പോൾ ഉടമ്പടി ധ്യാനം കൂടിയില്ലെങ്കിൽ, പിന്നെ കാലത്തെ ഡെയിലി ബ്രെഡ് കൂടിയില്ല, എന്നോട് പറയും കൂടുമോളെ, എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അത് കൂടണ വരെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ പ്രാർത്ഥന എത്തിച്ചില്ലെങ്കിൽ എന്നോട് പറയും പ്രാർത്ഥന എത്തിക്കുക, എന്നോട് ഞാനത് എന്ത് ചെയ്യണ വരെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചെവിട്ടിൽ ഇങ്ങനെ ആ ഒരു മുഴക്കം എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഞാൻ ആ കാര്യം ചെയ്യണ വരെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ അനിയത്തിയായിട്ട് കഴിഞ്ഞ മാസം ഇവിടെ വന്നിട്ട് ഉടമ്പടി ഇന്നാണ് ഞാൻ പുതുക്കിയത്. പക്ഷെ അന്ന് വന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി നല്ല ജീവിതത്തിലൂടെ കൊണ്ടുപോകാമെന്ന് ഞാൻ മാതാവിനും ഈശോയ്ക്കും പറഞ്ഞിട്ടാണ് എന്നോട് പോയത്. അതിനുശേഷം ഞാൻ എൻ്റെ കുടുംബ പ്രാർത്ഥനയെല്ലാം ഞാൻ വിശുദ്ധിയാണ്. ഞാൻ എത്ര നാൾ ചൊല്ലിയ പോലെയല്ല, ഞാൻ ഓരോ ജപമാല ചൊല്ലുമ്പോഴും അത് ഓരോ വ്യക്തതയോട് കൂടി ചെല്ലാൻ തുടങ്ങി. പണ്ടൊക്കെ കഷ്ടപ്പെട്ട് ചൊല്ലണ പോലെയായിരുന്നു ഞാൻ പ്രെയർ ചൊല്ലും. പക്ഷേ ഇപ്പോൾ ഞാൻ പ്രെയർ ചൊല്ലുമ്പോൾ മുട്ടുകുത്തി പ്രെയർ ചൊല്ലും. അതുപോലെ കൈകൾ വിരിച്ച് വെച്ച്, അതായത് ജപമാലയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം ജപമാലയ്ക്ക് കൊടുത്തു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ അലസ്തപൂർവ്വം നിന്ന് ഞാനിപ്പോൾ വിശുദ്ധിയോട് കൂടിയിട്ട് ഞാൻ എൻ്റെ വിശുദ്ധ കുർബാന കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ കൊച്ച് ബൈബിൾ ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ അവളെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരാതെ അവിടെ തന്നെ അവളുടെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ഇവിടെ ഇരുന്ന് സംസാരിക്കണേ, അതിന് പകരം ആ പള്ളിയിൽ പോയിരുന്ന് മാതാവായിട്ട് ഈശോയായിട്ട് ഇരുന്ന് സംസാരിച്ചു. ഞാനിപ്പോൾ ചെയ്യേണ്ടത് അവളുടെ ക്ലാസ് തുടങ്ങുന്നത് 9:45, പിന്നെ അവളുടെ ക്ലാസ് കഴിയുന്നത് 11 മണിക്കാണ്. ആ ഒരു സമയം ഞാൻ എൻ്റെ ഈശോയ്ക്ക് മാതാവിന് വേണ്ടി മാത്രമായിട്ട് സമയം മാറ്റി വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ മാത്രമാണ് ആ ഒരു സമയത്ത് മനുഷ്യന്മാർക്കാണ് ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള സ്ഥാനം കൊടുത്തിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ കൊടുക്കണത് ഇപ്പോഴല്ല, എനിക്ക് ആ ഒരു അവസ്ഥ വന്നേ പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഈശോയും മാതാവാണ്. ഞാൻ എൻ്റെ എന്ത് കാര്യങ്ങളെയും ഞാൻ പൊട്ടി കരയണത് വരെ ഞാൻ അവരുടെ മുന്നിൽ മാത്രമാണ്. ഞാൻ വേറെ ആരുടെ അടുത്തും കരയാൻ ശ്രമിക്കില്ല, എൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ ശ്രമിക്കില്ല. പക്ഷേ ഞാൻ ഇവരുടെ അടുത്തിരുന്നിട്ട് ആ പള്ളിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ അവിടെ. ഞങ്ങൾ 3 പേരും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കും. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കരഞ്ഞ് തീർക്കും അവിടെ ഇരുന്നിട്ട്. അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ സന്തോഷപൂർവ്വമാണ് ഇറങ്ങണത്. ഇതൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിലോട്ട് എനിക്ക് വന്ന കാര്യങ്ങൾ. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് പണ്ടൊക്കെ ഞാനിങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ മുതിർന്നവരൊക്കെ വരുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കണം ആ ഒരു ശീലം എനിക്കുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇത് വന്നേ പിന്നെ അത് എല്ലാവർക്കും കേൾക്കുമ്പോൾ ചെറിയ രീതിയായിരിക്കും, പക്ഷേ എനിക്കത് വലിയൊരു കാര്യം. കാരണം ഞാൻ വരുമ്പോൾ ഒരു അമ്മയും കുഞ്ഞൊക്കെ വരുമ്പോൾ എനിക്ക് കാണുന്നത്
അമ്മ മാതാവ് ഈശോപ്പേനെ എടുത്തുകൊണ്ട് വരണം, ഉണ്ണീശോനെ എടുത്തുകൊണ്ട് വരണ പോലെ തന്നെ ഞാൻ ഓൺ ദി സ്പോട്ടിൽ അവർക്ക് എഴുന്നേറ്റ് കൊടുക്കും. ഇപ്പോൾ വയസ്സായവർ വന്നാലും ഞാൻ അവർക്ക് എഴുന്നേറ്റ് കൊടുക്കും, അവർ ഇരുന്നോട്ടെ. കാരണം ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ആ വണ്ടി ഓടിക്കുന്ന ആൾക്ക് വേണ്ടി, ആളുടെ കുടുംബത്തിന് വേണ്ടി, അങ്ങനെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഓരോ സ്ഥലത്ത് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് അച്ഛന്മാരൊക്കെ കാണുമ്പോൾ എനിക്ക് നോർമലായിട്ട് സാധാ വികാരി അച്ഛൻ എന്ന രീതിയിൽ, പക്ഷേ എനിക്ക് ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോഴും ജോസഫ് അച്ഛനെ കാണുമ്പോഴും എനിക്ക് പ്രത്യേകമായിട്ട് ശരിക്കും ഞാൻ ഈശോനെ കാണുന്ന പോലെ എനിക്ക് തോന്നാറ്. അച്ഛൻ്റെ ഓരോ വാക്കുകളും, ആർക്കും അച്ഛൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെടില്ല പെട്ടെന്നൊന്നും കേൾക്കുമ്പോഴൊന്നും, ആദ്യമായിട്ട് കേൾക്കണവർക്ക്. പക്ഷേ അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും ഞാൻ എന്താണോ മനസ്സിൽ വിഷമിച്ചിരിക്കണേ, എന്താണോ പറയാൻ ആഗ്രഹം, പക്ഷേ അച്ഛൻ ആ ഒരു ധ്യാനത്തിലൂടെ അച്ഛനെ എനിക്ക് വേണ്ട മെസ്സേജ് എല്ലാം തരുമായിരുന്നു. അങ്ങനെ അച്ഛനിലൂടെ ഞാൻ ഈശോയെ കാണാൻ തുടങ്ങി. പിന്നെ ഞാൻ മാതാവിനെ സ്വപ്നം കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരിടയ്ക്ക് ഞാൻ ഉടമ്പടി പത്രം എപ്പോഴും കാണുന്നത് ആൾക്കാരെല്ലാം ഞാൻ ഉടമ്പടി പത്രം കൊടുക്കുമ്പോൾ ആൾക്കാരത് കീറി കളയുന്നത് എനിക്ക് വളരെയധികം സങ്കടമായിരുന്നു. എല്ലാവരും എന്താ ഞാൻ അവരോട് പറയുന്നുണ്ട് കീറിക്കളയല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഉടമ്പടിയിൽ നിന്ന് ബാക്കോട്ട് പോയപ്പോഴാണ് എനിക്ക് ഈ സ്വപ്നങ്ങൾ വരാൻ തുടങ്ങിയത്. അതായത് വിഷമിക്കുന്ന രീതിയിൽ എല്ലാവർക്കും മാതാവിനെയും ഈശോനൊക്കെ കാണുമ്പോൾ എനിക്ക് കിട്ടണതെല്ലാം എല്ലാവരും നെഗറ്റീവ് അടിക്കുന്ന ഒരു രീതിയാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എന്നെ ഒരു ഉടമ്പടി ജീവിതത്തിൽ നിത്യം പ്രേക്ഷിതയായിട്ട് എന്നെ കൊണ്ട് നടക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി.